ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ഷെക്കിനെ ടിവിയിൽ വന്ന വിശുദ്ധ ജോസഫിനെക്കുറിച്ചുള്ള തെറ്റായ വിവരണങ്ങൾ നമ്മൾക്ക് വേദന ഉളവാക്കി. ഈശോ തൻ്റെ സഭയ്ക്ക് തൻ്റെ വളർത്തുപിതാവിനെക്കുറിച്ചുള്ള ശരിയായ വിവരണങ്ങൾ ഇൽ പോയമ ഡെൽ ഉമോഡിയോ, അതായത് മനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകങ്ങളിലൂടെ തന്നിട്ടുണ്ട്. അതിൽ പറയുന്നു, വിശുദ്ധ ജോസഫ് കർത്താവിനായി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. പുറപ്പാട് 22:29 യഹോവ അരുളി ചെയ്യുന്നു, നിന്റെ പുത്രന്മാരിൽ ആദിജാതരെ എനിക്ക് നൽകണം. അതനുസരിച്ച് വിശുദ്ധ ജോസഫിൻ്റെ മാതാപിതാക്കൾ വിശുദ്ധ ജോസഫിനെ കർത്താവിനായി പൂർണ്ണമായി സമർപ്പിച്ചിരുന്നു. നസീർ വ്രതം, സംഖ്യ 6 നസീർ വ്രതം എടുത്ത വ്യക്തിയായിരുന്നു വിശുദ്ധ ജോസഫ്. ലഹരിപാനീയങ്ങൾ വർജിച്ച് ക്ഷൗരക്കത്തി തലയിൽ തൊടാതെ വിശുദ്ധിയിൽ ജീവിച്ച വ്യക്തിയായിരുന്നു വിശുദ്ധ ജോസഫ്. ജീവിതാവസാനം വരെ നസീർ വ്രതം എടുത്ത് വിരക്തി ജീവിതം നയിച്ച നിത്യബ്രഹ്മചാരിയായിരുന്നു വിശുദ്ധ ജോസഫ്. വിശുദ്ധ ജോസഫിൻ്റെ സഹോദരനായിരുന്നു ഹൽപ്പായി. ഈശോയുടെ കസിൻ സഹോദരങ്ങൾ എന്ന് പറയുന്ന 4 പേരുടെ പിതാവായിരുന്നു ഈ ഹൽപ്പായി, വിശുദ്ധ ജോസഫിൻ്റെ സഹോദരൻ. അവരുടെ അമ്മയായിരുന്നു മറ്റേ മറിയം. പരിശുദ്ധ അമ്മ നിത്യകന്യകയായിരുന്നു. ജനിക്കുന്നതിന് മുമ്പേ യോവാക്യോ അന്നയും പരിശുദ്ധ അമ്മയെ പൂർണ്ണമായും കർത്താവിനായി സമർപ്പിച്ചിരുന്നു. അങ്ങനെ വിശുദ്ധ ജോസഫും പരിശുദ്ധ അമ്മയുടെയും വിവാഹ സമയത്ത് പരിശുദ്ധ അമ്മയ്ക്ക് 14 വയസ്സ് കഴിഞ്ഞിരുന്നു. വിശുദ്ധ ജോസഫിന് അത് ഏകദേശം 30-35 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കൂടാതെ വിശുദ്ധ ജോസഫിൻ്റെ മരണം ഏതാണ്ട് ഈശോയുടെ പരസ്യജീവിതത്തിന് തൊട്ട് മുമ്പ് വിശുദ്ധ ജോസഫ് മരിക്കുന്നു. ഏകദേശം 60 വയസ്സ് പ്രായമുണ്ടായിരുന്നുവെന്ന് ഈശോ നമുക്ക് വിവരണം തരുന്നു. ഇങ്ങനെ ഈ സത്യങ്ങളെല്ലാം ഈശോ സഭയ്ക്ക് ഓതി തന്നവയാണ്. ഇവ സ്വീകരിക്കണം നമ്മൾ. തെറ്റായ വിവരങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രൈസ് ദ ലോർഡ്. അവേ മരിയ.